നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടിക്കകത്ത് ഇരട്ട ബോംബ് സ്ഫോടനം. ഗുണ്ടൂർ സ്വദേശിയായ യുവതി മരിച്ചു. പരിക്കേറ്റ 12 പേരിൽ 2 പേരുടെ നില ഗുരുതരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് കേന്ദ്ര സഹായം വേണ്ടെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത. ചെന്നൈയിലേക്ക് NIA സംഘത്തെ അയക്കാനുള്ള നീക്കം കേന്ദ്രം വേണ്ടെന്ന് വെച്ചു. കൊല്ലം ചവറയിൽ 84-കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. ആക്രമണമുണ്ടായത് ഈസ്റ്റർ ദിനത്തിൽ. പീഡന വിവരം പുറത്തറിഞ്ഞത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ. ആഭ്യന്തരമന്ത്രി DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കൊച്ചി മെട്രോ നിർമ്മാണം വൈകുമെന്ന് ശ്രീധരൻ. നിർമ്മാണം ഇഴയുന്നത് സ്ഥലമെടുപ്പ് വൈകുന്നതുകൊണ്ടെന്നും ശ്രീധരൻ. സ്മാർട്ട് സിറ്റി 1-ാം ഘട്ടം അടുത്ത മാർച്ച് 25-ന് പ്രവർത്തനം തുടങ്ങും. തീരുമാനം അബുദാബിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ. ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾക്ക് പിന്നിൽ ലോബിയിങ് എന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ. തന്റെ റിപ്പോർട്ടിന്റെ പേരിൽ ഭരണമുന്നണി 2 ഗ്രൂപ്പായെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ. മുതലാളിമാരുടെ താൽപര്യം സംരക്ഷിക്കാൻ തൊഴിലാളികളുടെ ബാനറിൽ പ്രക്ഷോഭം നടത്തുന്നവരെ സൂക്ഷിക്കണമെന്ന് VM സുധീരൻ. മദ്യനയത്തിൽ പ്രായോഗിക സമീപനമാണ് വേണ്ടതെന്ന് K മുരളീധരൻ. 3-ാം മുന്നണിക്ക് കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രകാശ് കാരാട്ട്. സ്വയം പ്രഖ്യാപിത പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് അധികാരപ്പനിയെന്ന് സോണിയാഗാന്ധി. സ്മാർട്ട് സിറ്റി ആദ്യഘട്ടം 2015 മാർച്ച് 25-ന് പ്രവർത്തനം തുടങ്ങും. അബുദാബിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ഡിസംബറിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് TCOM അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5000 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നും ഡയറക്ടർ ബോർഡ് യോഗം വ്യക്തമാക്കി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ബോർഡംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. അബുദാബി ഫെയർമൗണ്ട് ഹോട്ടലിൽ നടന്ന സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് യോഗം പദ്ധതിയുടെ നടത്തിപ്പ് വിലയിരുത്തുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് സമയം തീരുമാനിക്കുകയും ചെയ്തു. കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണിതെന്നും അനാവശ്യമായ കാലവിളംബം ഇനി അനുവദിക്കുകയില്ലെന്നും ബോർഡ് യോഗത്തിൽ താൻ വ്യക്തമാക്കിയെന്ന് സ്മാർട്ട് സിറ്റി ചെയർമാനും വ്യവസായ IT വകുപ്പ് മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എല്ലാം ഡേറ്റുകൾ ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ തീരണം എന്നുള്ളത് കേരള ഗവൺമെന്റ് ശഠിച്ചു. ഞാൻ അങ്ങനെ തന്നെ പറയാം. നിശ്ചിത സമയത്തിനകം എല്ലാവരും തങ്ങളുടെ ജോലി പൂർത്തിയാക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സാമ്പത്തിക ലഭ്യത ഒരു പ്രശ്നമാവില്ലെന്നു തന്നെയാണ് TCOM നേതൃത്വം ഇന്നും വ്യക്തമാക്കിയത്. The inauguration will happen on the 25th of March 2015. കേരളത്തിലെ യുവതയ്ക്ക് ജോലി സാധ്യത ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ഡയറക്ടർ ബോർഡ് അംഗം MA യൂസുഫ് അലിയും പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്ത് ആശുപത്രികൾ, പാർപ്പിട സമുച്ചയം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിന് പല നിക്ഷേപകരും രംഗത്തു വന്നിരിക്കെ വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളാൻ 3-അംഗ സമിതിയെയും ബോർഡ് നിയോഗിച്ചു. IT വകുപ്പ് സെക്രട്ടറി PH കുര്യൻ, TCOM പ്രതിനിധികളായ സജീവ് ഗോസല, അനിരുദ്ധ് ധംകെ എന്നിവരാണ് സമിതി അംഗങ്ങൾ. സ്മാർട്ട് സിറ്റി MD ബാജു ജോർജ്, CEO ജിജോ ജോസഫ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുമെന്ന് ഒരിക്കൽ കൂടി TCOMും അതോടൊപ്പം കേരള ഗവൺമെന്റും വ്യക്തമാക്കുന്നു. എന്നാൽ പ്രയോഗതലത്തിൽ ഇത് എത്ര കണ്ട് വിജയിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. MCA നാസർ, മീഡിയ 1, UAE. CPI നേതാവ് VS സുനിൽകുമാർ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ശ്രീ ജോസഫ് C. മാത്യു, IT വിദഗ്ധൻ, മുഖ്യമന്ത്രിയായിരിക്കെ VS അച്യുതാനന്ദൻ്റെ IT ഉപദേഷ്ടാവുമായ ശ്രീ ജോസഫ് C. മാത്യു കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ ജോസഫ് C. മാത്യു, ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇനിയില്ല. ഇനി ആശങ്കകളെല്ലാം നീങ്ങിയിരിക്കുന്നു. അടുത്ത വർഷം മാർച്ചോടുകൂടി ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിക്കും എന്നതാണ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ വാഗ്ദാനം. ഇതുവരെ പോകുന്ന പോക്ക് വെച്ച് നോക്കിയാൽ അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണോ? സനീഷ്, ഇത് ഈ പ്രസ്താവന ഇങ്ങനെ പീരിയോഡിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. സത്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടും അവസാനിച്ചത് ഇനി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് 2 കൂട്ടരും പ്രഖ്യാപിച്ചു എന്നാണ്. പക്ഷേ ആ പ്രഖ്യാപനങ്ങളുടെ എല്ലാം കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ ചർച്ച ആദ്യം നമ്മൾ തമ്മിലൊരു ധാരണയിലെത്തുമ്പോൾ ഒരു കരാർ രൂപപ്പെടുത്തുന്ന സമയത്ത് അതിനു മുൻപ് ഏതാണ് കേരളത്തിന് അനുയോജ്യമായ വ്യവസ്ഥ എന്നൊക്കെ ഉള്ളത് സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. UDFൻ്റെ ഭരണകാലത്തും നടത്തിയിട്ടുണ്ട്, LDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോഴും നടത്തിയിട്ടുണ്ട്. ഒടുവിൽ കേരള ഗവർണറുടെ ഓൺ ബിഹാഫ് ഓഫ് ദി ഗവർണർ ഓഫ് കേരള നമ്മൾ ഒരു കരാർ TCOMുമായി ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കരാർ ഇന്നും ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കരാർ അതാണ്.
അതിലെ വ്യവസ്ഥ അനുസരിച്ച് എത്ര കെട്ടിടങ്ങൾ പണിയണമെന്നും അത് എപ്പോൾ പണിയണമെന്നും വളരെ അതിൽ എത്ര IT വേണ്ടി നീക്കി വെക്കണമെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കരാറ് ഇരു കൂട്ടരും ഒപ്പുവെച്ചൊരു കരാറ് പരസ്യമായി നമ്മളുടെ മുമ്പിലുണ്ട്. ആ കരാർ അനുസരിച്ച് ഇപ്പോൾ ഏതാണ്ട് 28 ലക്ഷത്തി ചില്ലുവാനം കെട്ടിടം സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതായത് കരാർ ഒപ്പിട്ട അന്ന് മുതലല്ല, അതിന് ശേഷവും മിനിമം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ക്ലോസിംഗ് ഡേറ്റ് എന്നൊരു ഡേറ്റ് ആ കരാറിൽ പറയുന്നുണ്ട്. ആ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളും ടീകോമിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളും, അതായത് പ്രാഥമികമായ മുന്നൊരുക്കങ്ങളെല്ലാം തീർത്ത് നിർമ്മാണ പ്രവർത്തനത്തിന് സജ്ജമാകുന്ന ഡേറ്റാണ് ഈ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ അതിങ്ങനെ ഓരോ തർക്കങ്ങൾ പറഞ്ഞ് നിങ്ങൾ അതും കൂടി ചെയ്യണം ഇതും കൂടി ചെയ്യണം എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം പഴി ചാരി പദ്ധതി നീണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ് ഗവൺമെൻറ് ഇടപെട്ട് ഇനഫ് ഈസ് ഇനഫ്, ഇത് ഒന്നുകിൽ നിങ്ങൾ നിർമ്മാണം ആരംഭിക്കുക അല്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിച്ച് പോവുക എന്ന് രേഖാമൂലം സംസ്ഥാന സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് ഇത് എല്ലാ കാര്യങ്ങളും ധാരണയിലായി. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിരിക്കുന്നു, ഇനി നിർമ്മാണം ആരംഭിക്കുകയാണ് എന്നൊരു മീറ്റിംഗ് കൂടി മിനിറ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ 2-2.5 വർഷമായിരിക്കുന്നു. ആ കാലഘട്ടത്തിനുള്ളിൽ പണിയേണ്ടത് എന്തുമാത്രം എന്നുള്ളത് കരാറിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പണിയാതെ അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴത്തേക്ക് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മിക്കും. 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്കിൽ ഒരു കെട്ടിടത്തിൻ്റെ വലിപ്പമാണ് ഈ പറയുന്നത്. അതാണ് ഈ കൊട്ടിഘോഷിച്ച് പറയുന്നത്. അങ്ങനെ ഇഴഞ്ഞു പോകാനായിട്ട് സർക്കാർ അനുവദിക്കാൻ പാടില്ല. കരാർ ഇപ്പോഴെങ്കിലും സർക്കാർ എടുത്ത് വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കണം. ഹോംവർക്ക് ചെയ്യാതെ ചർച്ചകളിൽ പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിനി ഒട്ടും അനുവദിക്കാൻ പാടില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഹോംവർക്ക് ചെയ്യാത്തതിലുള്ള കുഴപ്പം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സ്മാർട്ട് സിറ്റി കാര്യത്തിൽ ഉണ്ടാകുന്നില്ലേ എന്ന സംശയം കൂടുതൽ ബലവത്താകുന്നതിനുള്ള ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. വലിയ സ്വപ്ന പദ്ധതിയാണ് എന്നെപ്പോഴും വലിയ തോതിൽ പറയുന്നുണ്ടെങ്കിൽ പോലും സ്മാർട്ട് സിറ്റി 2004 തുടങ്ങി വെച്ചെടുത്ത് നിന്ന് ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെ കാണേണ്ടതല്ലേ? ആരുടെ കുഴപ്പമാണിത്? ഇനിയും എത്ര നാൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങും? ഇപ്പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുമോ? അല്ല, 2003 ദുബായ് എക്സിബിഷനിൽ വെച്ച് കേരളത്തിന് ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയത് ഇന്ന് ചർച്ചയ്ക്ക് പോയ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സംഘമാണ്. അതിനുശേഷം നമുക്കറിയാം 2004 അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി IT-യുടെ ചുമതലയുള്ള ഘട്ടത്തിലാണ് അന്ന് കരാർ ഒപ്പിടുന്നത്. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് IT-യുടെ വലിയ സാധ്യതകളുള്ളൊരു കാലഘട്ടമായിരുന്നു. കാരണം കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ IT-യുടെ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പീക്ക് ടൈമിലായിരുന്നു അന്ന് അതിന് തുടക്കം കുറിച്ചത്. പക്ഷെ പിന്നീട് വന്ന അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ് അതിനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയത്. നമുക്കറിയാം, വളരെയേറെ ഒരു തെറ്റായ രീതിയിലൂടെ ഇവിടെ വരുന്നവർക്ക് വെള്ളവും മണ്ണും കൊടുക്കരുത് എന്ന് വരെ ഒരു മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ട് എല്ലാ നിലയിലും അതിനെ തിരസ്കരിക്കുന്ന ഒരു നിലപാടായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ എടുത്തത്. അവസാനം നിരന്തരമായുള്ള ജനകീയ സമ്മർദ്ദവും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്ന ഘട്ടത്തിലാണ് 5 വർഷം പാഴാക്കി കളഞ്ഞുകൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരുന്നത്. നമുക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന ഗവൺമെന്റാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അല്പം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ തുടക്കത്തിൽ ചില കല്ലുകടി ഉണ്ടായി. അത് സെസ്സുമായി ബന്ധപ്പെട്ടായിരുന്നു. കാരണം സെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിംഗിൾ സെസ് വേണം എന്നുള്ളൊരു വാദം ഉയർന്നു. 246 ഏക്കർ ഭൂമിക്ക് സിംഗിൾ സെസ് കൊടുക്കാമോ എന്നുള്ള ഒരു വിഷയമായിരുന്നു. അന്തിമമായാണ് സിംഗിൾ സെസ് കൊടുക്കാം എന്നൊരവസ്ഥയിലേക്ക് തീരുമാനമായത്. ആ തീരുമാനമായെങ്കിലും അതിൽ ഉത്തരവ് ഇറങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ഇനി വരുന്നത് ഇതിന് 1ാം ഘട്ടമാണ്. ഇന്ന് പറഞ്ഞത് നമുക്കറിയാം 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് അവർ പൂർത്തിയാക്കുമെന്ന് പറയുന്നത് ഈ ഏറെക്കുറെ ഈ ഡിസംബറോട് കൂടി തന്നെ, അത് 2014 ഡിസംബറോട് കൂടി തന്നെ പൂർത്തിയാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പവലിയൻ അവിടെ പൂർത്തിയായി കഴിഞ്ഞു. തീർച്ചയായും മാർച്ചോട് കൂടി ഏകദേശം ഒരു 5000 പേർക്കെങ്കിലും പ്രത്യക്ഷമായും അതിന്റെ 3 ഇരട്ടിയാണ് പരോക്ഷമായി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 20,000 പേർക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്കിതിന്റെ 1ാം ഘട്ടം നടപ്പാക്കാൻ
നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്കിപ്പോഴുള്ളത്. തീർച്ചയായും 90,000 പേരെന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ സ്മാർട്ട് സിറ്റിയുടെ ഇത്രയും 246 ഏക്കറിന്റെ പൂർണ്ണമായ ഡെവലപ്മെന്റ് നടക്കുക എന്ന് പറയുന്നത് അത് IT കമ്പനികൾ മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ സ്ഥലത്തേക്ക് ഒരുപാട് IT കമ്പനികൾ വേറെയും കടന്നു വരികയാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികൾ, ഇപ്പോൾ നമുക്ക് ബ്രിഗേഡ് പോലെയുള്ള കമ്പനികൾ, എംബസ് പോലെയുള്ള കമ്പനികൾ, ഒരുപാട് കമ്പനികൾ കടന്നു വരികയാണ്. സത്യത്തിൽ ഒരു ഏതാനും നാളുകൾക്കകം നമ്മൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ പരസ്പരമുള്ള പോരടി മറന്നിട്ട് കേരളം ഒന്നിച്ചു നിന്നാൽ സമയബന്ധിതമായി തന്നെ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ VS സുനിൽകുമാർ, രാഷ്ട്രീയമായി ഒന്നിച്ചു നിന്നാലൊക്കെ മുന്നോട്ട് പോകുന്ന ആ കാലം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അടുത്ത വർഷം മാർച്ചിൽ ഞങ്ങൾ ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങും എന്ന വാഗ്ദാനം പാലിക്കാൻ കഴിയുമോ ഈ സർക്കാരിന്? ഇനി അവർക്കത് പാലിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഇഴഞ്ഞു നീങ്ങലിന് പോലും ഇനി അങ്ങോട്ടുണ്ടാകുന്ന കാര്യങ്ങൾക്കും യഥാർത്ഥ കുറ്റക്കാരൻ VS അച്യുതാനന്ദനാണ്, ആ സർക്കാരാണ് എന്ന് പറയേണ്ടി വരികയില്ലേ? ഇപ്പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും സ്വപ്ന പദ്ധതിയാണ് അതെങ്കിൽ അതിനെ വല്ലാതെ വൈകിപ്പിക്കുന്നതിൽ VS അച്യുതാനന്ദന്റെ കടുംപിടുത്തങ്ങൾ കാരണമായിട്ടുണ്ടോ? അല്ല, VS അച്യുതാനന്ദൻ കടുംപിടുത്തം നടത്തിയതല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിന് മെറിറ്റിലേക്ക് ചെന്ന് പരിശോധിച്ചാല് ആ ഗവൺമെന്റ് സംസ്ഥാന താല്പര്യം വെച്ചുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അടിസ്ഥാനത്തിലാണ് നീണ്ടുപോയതെങ്കിലും അച്യുതാനന്ദന്റെ കാലത്ത് തുടങ്ങി വയ്ക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് ഇവരിപ്പോ 1ാം ഘട്ടം പൂർത്തീകരിക്കാൻ വേണ്ടി അടുത്ത മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ ഈ മെയ് മാസം 18-ാം തീയതി കഴിഞ്ഞാല് ഈ ഗവൺമെന്റ് 4ാമത്തെ വർഷത്തേക്ക് കിടക്കാണ്, അന്തിമമായ ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോ അതിന്റെ ഗവൺമെന്റിന്റെ ആദ്യഘട്ടം മുതൽ അന്തിമഘട്ടം വരെ വരുന്നതിനിടയിൽ ആദ്യഘട്ടം സ്മാർട്ട് സിറ്റി പദ്ധതി പോലും പൂർത്തീകരിക്കപ്പെടാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണെന്ന് പറയുന്നതിന് ഇപ്പം എന്താ അർത്ഥമുള്ളത്? ഇവർ പറയുന്ന കാലത്ത് ഇവര് ഗവൺമെന്റ് ആരംഭിക്കുന്ന കാലത്ത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവര് 4 കൊല്ലം 3 കൊല്ലം മുമ്പ് ഈ ഗവൺമെന്റ് തുടക്കത്തിൽ ഞങ്ങളെ പറ്റി പറയാം, നിങ്ങളെ കൊണ്ടാണ് കഴിഞ്ഞ 5 കൊല്ലമായി നടക്കാതിരുന്നത്, ഞങ്ങളിതാ വന്നിരിക്കുന്നു. പക്ഷെ വന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തെ കൊല്ലത്തിൽ കടക്കാൻ പോവാണ്. അപ്പോൾ ഇവർ പറയുന്നത് വന്നു എന്നല്ല. ഇപ്പൊ നേരെ ജോസഫ് ചില വിവരങ്ങൾ വെച്ചുകൊണ്ടൊക്കെ സംസാരിച്ചല്ലോ, ഞാൻ അതുകൊണ്ടത് ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇവിടെ അതിനാവശ്യം 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കെട്ടിടം നിർമ്മിക്കാൻ പോകുന്നു എന്ന ഒരു വലിയ കാര്യമാണ് മഹാകാര്യമായി കൊട്ടിഘോഷിക്കുന്നത്. ഇവിടെ സ്മാർട്ട് സിറ്റി വരാൻ ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിൽ തടസ്സമുണ്ടോ? ഇടതുപക്ഷ മുന്നണി തടസ്സമുണ്ടോ? ഇടതുപക്ഷ മുന്നണി സഹകരിക്കാത്ത പ്രശ്നമുണ്ടോ? ഇവിടെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവാദം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു വിവാദമില്ലാതെ 3 കൊല്ലവും കഴിഞ്ഞ് 4ാമത്തെ കൊല്ലത്തിൽ കടക്കുമ്പോ അന്ന് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞങ്ങളുടെ കുഴപ്പമാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ തിരിച്ചു വരാം ശ്രീ VS സുനിൽകുമാർ താങ്കളിലേക്ക്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അതിനെന്താണ് മറുപടി? ഒപ്പം ഇപ്പറയുന്നത് പോലെ ടീകോം അല്ലെങ്കിൽ ഈ സ്മാർട്ട് സിറ്റി എന്ന പദ്ധതി തന്നെ മുന്നോട്ട് വെക്കുന്നത് ഭൂമി കച്ചവടത്തിനായിരുന്നു. അക്കാര്യം അന്ന് VS അച്യുതാനന്ദൻ ആക്ഷേപിച്ചത് ഇപ്പോഴും കേരള ജനതയുടെ മറവിലുണ്ട്. ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണ് ഈ നടക്കാൻ പോകുന്നത്, മറ്റെല്ലാം അതിനുവേണ്ടി പറയുന്ന കാര്യങ്ങളാണ് എന്ന് VS അച്യുതാനന്ദൻ തന്നെ ആ ആക്ഷേപത്തിൽ നിന്നില്ല, അദ്ദേഹവും അതുമായി മുന്നോട്ട് പോയി. ഇന്നിപ്പോൾ ഈ കാലത്ത് ആ ഏർപ്പാട് നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് അനന്തമായി അങ്ങോട്ട് നീങ്ങുകയാണ്. യഥാർത്ഥത്തിൽ അതിന് തടയിടാനുള്ള നീക്കം നടന്നതാണ് ഒരുപക്ഷെ വലിയൊരു ചതിയിൽ നിന്ന് ജനതയെ ഇത്രകാലമെങ്കിലും രക്ഷപ്പെടുത്തിയത് എന്ന അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. അങ്ങനെ പൂർണ്ണമായും ദോഷൈക ദൃക്കുക്കളായി ഈ സംഭവങ്ങളെ, പദ്ധതിയെ, സർക്കാരിൻ്റെ നീക്കങ്ങളെ, ടീകോമിൻ്റെ നീക്കങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ടോ?